ഇത് നമ്മുടെ അഴീക്കോടുള്ള ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറിക്കണത്. ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിക്കോപ്പം എപ്പോഴൊന്ന് കയറിയാണ്. കാണാൻ രസമുണ്ട്. നമുക്കത് മുകളിലൊന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് സ്ഥാപിച്ച വർഷമൊക്കെയാണ് ഇതിൽ പറയുന്നത്. 1982 ഇത് സ്ഥാപിച്ചത്. ഇതിന് മുകളിൽ കയറാനായിട്ട് ഒരാൾക്ക് 10 രൂപ മാത്രമേ ഉള്ളൂ. സ്കൂള് വെക്കേഷനായതിൻ്റെ പേരിൽ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ കോണിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ സ്റ്റെപ്പ് അടുത്ത് തന്നെയാണ്. കുറച്ച് കാലൊന്ന് കുറച്ചുകൂടി കയറ്റി നോക്കി വെച്ചില്ലെങ്കിൽ സ്റ്റെപ്പ് തട്ടും നമ്മൾ കാലുമ്മ. അപ്പോൾ അതൊന്നും സ്പീഡിൽ കയറാൻ സാധിക്കില്ല. എന്നാലും വളരെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. നമുക്ക് പ്രത്യേകിച്ച് നല്ല കടല കാണുമ്പോൾ നമ്മുടെ ഒരുപാട് സമയങ്ങൾ പോകണതറിയില്ല. തീർച്ചയായും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ DGP ടവറാണ് കണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഡിഫൻഷ്യൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നലൊക്കെ എടുത്തിട്ടുള്ള അതെടുത്ത് മുന്നോട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിരവധി ഇപ്പോൾ കാണുന്നത് തന്നെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ്. പിന്നുള്ളത് മുഗൾ മാള്. അതിൻ്റെ മുകളിൽ കാണുന്ന 2-3 ബിൽഡിങ്ങിൽ ഒന്ന് ക്രാഫ്റ്റ് എയർ മെഡിക്കൽ സെൻറ്റർ, പിന്നെ നമ്മുടെ മുഗൾ മാളുമാണ് കണ്ടത്. നല്ല കാറ്റാണ്. ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ നമുക്ക് ചെന്നായി കാണാൻ കഴിയും. നല്ല ഭംഗിയായിരിക്കും സൂര്യാസ്തമനമൊക്കെ. ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ആ ചില്ലാണ്. അത് പകൽ സമയങ്ങളിൽ അത് മൂടിയിടും. രാത്രിയാകുമ്പോഴാണത് അത് തുറന്നിട്ടിട്ട് നമ്മൾ ആ കാണുന്ന ലൈറ്റ് പ്രവർത്തിക്കുക. അത് ഓരോ മാസങ്ങളിലും കൃത്യമായിട്ടുള്ള സമയങ്ങളിലൊക്കെ അത് പ്രവർത്തിക്കുന്നതിൻ്റെ ഓൺ ചെയ്യണതിൻ്റെയും ഓഫ് ചെയ്യണതിൻ്റെയൊക്കെ ഡേറ്റ് ഞാൻ താഴെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ അത് ലൈറ്റിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ 5,10,000 മെഴുകുതിരി കത്തുന്ന പ്രകാശമാണ് ഇതിൽ കാണിക്കുന്നത്. ശരിക്കും അത്രയും മെഴുകുതിരി ഒരുമിച്ച് കത്തിച്ചാൽ എങ്ങനെ ഇരിക്കും, അത്രയും പ്രകാശമാണ് അതിൻ്റെ കാണിക്കുന്നത്. എന്നാലും